പ്രാണമുദ്ര എന്താണ്, അതെങ്ങനെയാണ് ചെയ്യുന്നത്, അതിൻ്റെ ഗുണങ്ങൾ, അത് ആരൊക്കെ ചെയ്യാൻ പാടില്ല, ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. നമസ്കാരം, വെൽക്കം ബാക്ക് ടു ട്രാവൻകൂർ സ്കൂൾ ഓഫ് യോഗ. ഞാൻ ലവ്ലി ഷാജി, യോഗ ട്രെയിനർ, നാഷണൽ യോഗ റെഫറി. പ്രാണമുദ്ര. പ്രാണ മീൻസ് ലൈഫ് എനർജി, ജീവശക്തി, എനർജി. പേര് പോലെ തന്നെ ഈ മുദ്ര അനുഷ്ഠിക്കുന്നത് വഴി നമ്മുടെ പ്രാണിക് എനർജി ഇൻക്രീസ് ചെയ്യുന്നു, നമ്മുടെ ശരീരബലം വർദ്ധിക്കുന്നു, അതായത് നമ്മുടെ ബോഡിയിലെ എനർജി വർദ്ധിക്കുന്നു. എല്ലാ മുദ്രകളും അനുഷ്ഠിക്കുമ്പോൾ നമ്മുടെ ശരീരവും മനസ്സും കാമാവുന്നത് പ്രാണമുദ്ര അനുഷ്ഠിക്കുമ്പോഴും നമുക്ക് അതേ ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്. ഇത് എങ്ങനെയാണ് അനുഷ്ഠിക്കുന്നത് എന്ന് പറയാം. നമ്മൾ ഏത് മുദ്ര ചെയ്താലും നട്ടത്തിൽ നിവർന്ന് ഇരിക്കുക, നമ്മുടെ ഷോൾഡറൊക്കെ ഒന്ന് റിലാക്സ് ആയിട്ട് ഇടുക. അതിനുശേഷം നമ്മളുടെ ചെറുവിരൽ, ജലതത്വത്തെ സൂചിപ്പിക്കുന്ന ചെറുവിരലും എർത്ത്, ഭൂമി തത്വത്തെ സൂചിപ്പിക്കുന്ന റിംഗ് ഫിംഗറും കൂടെ ടിപ്പ് തമ്മിൽ നമ്മുടെ തള്ളവിരലിൻ്റെ ടിപ്പുമായിട്ട് യോജിപ്പിക്കുക. മറ്റു വിരലുകൾ ഉയർന്നു നിൽക്കുക. ഓക്കെ, രണ്ട് കൈയിലും മുദ്ര ചെയ്യണം. ചെറുവിരൽ മോതിരവിരൽ മടക്കി തള്ളവിരലിൻ്റെ ടിപ്പുമായിട്ട് യോജിപ്പിക്കുക. എന്നിട്ട് മറ്റു വിരലുകൾ ഉയർന്നു നിൽക്കുക. എന്നിട്ട് കൈ ഇങ്ങനെ റിലാക്സ് ചെയ്ത്, ഷോൾഡറൊക്കെ റിലാക്സ് ചെയ്ത്, നട്ടയിൽ നിവർന്ന് നമ്മുടെ കൈപ്പത്തി കൈവെള്ള മേളിലേക്ക് ആകത്തക്ക പോലെ ഇങ്ങനെ ഇരിക്കുക. എന്നിട്ട് കണ്ണുകൾ അടച്ച് നമ്മൾ മെഡിറ്റേഷൻ ചെയ്യാം. നമ്മുടെ തന്നെ ശ്വാസത്തെ ശ്രദ്ധിച്ചിരിക്കാം. ഏറ്റവും സിമ്പിളായിട്ടുള്ള മെഡിറ്റേഷനാണ് കണ്ണുകൾ അടച്ച് നമ്മുടെ ശ്വാസം, നമ്മൾ ബ്രീത്ത് ഇൻ ചെയ്യുന്നതും ബ്രീത്ത് ഔട്ട് ചെയ്യുന്നതിലേക്ക് മാത്രം ശ്രദ്ധിച്ചിരിക്കാം. അതല്ലെങ്കിൽ നമ്മൾ ശ്വാസം എടുക്കുമ്പോൾ നമ്മുടെ വയറ് സ്ലൈറ്റ് ഉയരും, ശ്വാസം വിടുമ്പോൾ നമ്മുടെ വയറ് താഴും. അപ്പം നമ്മുടെ വയറിൻ്റെ ഭാഗത്തോട്ട് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുക. അതല്ലെങ്കിൽ ശ്വാസത്തിൻ്റെ രീതിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അതൊരു സിമ്പിൾ മെഡിറ്റേഷനാണ്. ഇങ്ങനെ കണ്ണുകൾ അടച്ച് നിവർന്ന് ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് ഒക്കെ ഇരിക്കാം. ഇത് നമ്മൾ രാവിലെ യോഗ ചെയ്യുന്നത് കൂടെ ഈ മുദ്ര അനുഷ്ഠിക്കാം. യോഗയുടെ അവസാനം അല്ലെങ്കിൽ ഇൻ ബിറ്റ്വീൻ നമ്മൾ ഒരു ബ്രീത്തിങ് എക്സസൈസോ അല്ലെങ്കിൽ ലാസ്റ്റ് മെഡിറ്റേഷനോ ഒക്കെ ചെയ്യാറുണ്ട്. ആ സമയത്ത് ഇതുപോലെ നമുക്ക് പ്രാണമുദ്ര പിടിച്ച് ചെയ്യാം. അതല്ലാതെ നമ്മൾ രാത്രി കിടക്കുന്ന സമയത്ത് കിടന്നുകൊണ്ട് ഇങ്ങനെ നമ്മൾ മുദ്ര പിടിക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉറക്കം വരാൻ സഹായിക്കും. അപ്പോൾ ഈ മുദ്രാശാസ്ത്രത്തിൻ്റെ ബേസ് എന്ന് പറയുന്നത് മുമ്പ് പല വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്. എങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ അവർക്ക് വേണ്ടി പറയുകയാണ്. നമ്മുടെ ഈ ശരീരം ഈ പ്രപഞ്ചം പോലെ തന്നെ പഞ്ചഭൂത നിർമ്മിതമാണ്. നമ്മുടെ കയ്യിലെ ഓരോ വിരലുകളും പഞ്ചഭൂതങ്ങളെ റെപ്രസെൻ്റ് ചെയ്യും. ഈ ചെറുവിരല് ജലതത്വത്തെ, പഞ്ചഭൂതങ്ങൾ ഏതൊക്കെയാണെന്ന് അറിയാമല്ലോ. ചെറുവിരൽ ജലതത്വം, അതുപോലെ ഈ മോതിര വിരല് എർത്ത് എലമെന്റ്, ഭൂമി തത്വം. ഈ മിഡിൽ ഫിംഗർ ആകാശം, സ്പേസ് എലമെന്റ്. അതുപോലെ ചൂണ്ടുവിരൽ വായു, എയർ എലമെന്റിനെ സൂചിപ്പിക്കുന്നു. തള്ളവിരല് ഫയർ എലമെന്റിനെ സൂചിപ്പിക്കുന്നു. അപ്പം ഈ തത്വങ്ങളുടെ അനുപാതം നമ്മുടെ ശരീരത്തിൽ ശരിയാകാതെ വരുമ്പോഴാണ് നമുക്ക് പലവിധ രോഗങ്ങൾ ഉണ്ടാകുന്നത് എന്നാണ് മുദ്രാ സയൻസ് പറയുന്നത്. ഇത് മുദ്രകൾ അനുഷ്ഠിക്കുന്നത് വഴി ഈ അനുപാതം ബാലൻസ് ആകും. അങ്ങനെ നമ്മൾക്ക് രോഗങ്ങളിൽ നിന്ന് മോചനം ലഭിക്കും. അപ്പോൾ പ്രാണമുദ്ര അനുഷ്ഠിക്കുന്നത് വഴി നമ്മുടെ ശരീരത്തിലെ ജലതത്വവും ഭൂമിതത്വവും ഫയർ എലമെന്റ്, അഗ്നിതത്വവും ബാലൻസ് ആകും. പ്രാണമുദ്രയ്ക്ക് കഫകാരക മുദ്ര, പിത്ത ശമന മുദ്ര എന്നൊക്കെ പറയാറുണ്ട്. അതായത് കഫം കൂടുതലുള്ള ആൾക്കാർ ഈ മുദ്ര ചെയ്യാൻ പാടുള്ളതല്ല. അപ്പം നമുക്ക് ചുമ, കഫം, പനി ഇങ്ങനെയൊക്കെയുള്ള സമയത്ത് ഈ പ്രാണമുദ്ര ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. അതിനുശേഷം അത് നമുക്ക് ആശ്വാസം കിട്ടിക്കഴിഞ്ഞിട്ട് ഇത് ചെയ്യാവുന്നതാണ്. അതുപോലെ പിത്ത ആധിക്യമൊക്കെ ഈ മുദ്ര ചെയ്യുന്നത് നല്ലതാണ്. കാരണം പിത്തദോഷം കുറയാൻ ഈ മുദ്ര അനുഷ്ഠിക്കുന്നത് ഗുണം ചെയ്യും. അപ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഗുണം നമ്മുടെ പ്രാണിക് എനർജി, ശരീരത്തിലെ
എനർജി വർദ്ധിക്കുന്നു, നമ്മുടെ ശരീരബലം വർദ്ധിക്കുന്നു. അതുകൊണ്ട് തന്നെ രാവിലെ ഈ മുദ്ര അനുഷ്ഠിക്കുന്നത് വഴി ആ ഫുൾ ഡേ നമ്മൾ നല്ല ആക്റ്റീവായിരിക്കും, നല്ല എനർജറ്റിക് ആയിരിക്കും. അതുപോലെ വാട്ടർ എലമെൻറ്റിനെ ബാലൻസ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മുടെ സ്കിന്നിൻ്റെ ആരോഗ്യത്തിനും ഇത് നല്ലതാണ്. വൃത്തി എലമെൻറ്റിനെ ബാലൻസ് ചെയ്യുന്നു. അതുകൊണ്ട് നമ്മുടെ ശരീരബലം വർദ്ധിക്കാൻ സഹായിക്കുന്നു. ഇതൊക്കെയാണ് ഈ മുദ്രയുടെ ഗുണങ്ങൾ. അപ്പം മുദ്ര 2 കൈയിലും അനുഷ്ഠിക്കണം, എല്ലാ ദിവസവും ചെയ്യണം. അതുപോലെ ഒരു 15 മിനിറ്റേലും മിനിമം ചെയ്യുക. അതിരാവിലെ ചെയ്യുന്നതാണ് ഉത്തമം. യോഗ ചെയ്യുന്നത് കൂടെ അതിരാവിലെ ചെയ്യുക. ഇനി രാവിലെ സമയമില്ലെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഈവനിങ് അത് യോഗ ചെയ്യുമ്പോഴത്തെ പോലെ തന്നെ ഫുഡ് കഴിച്ചിട്ട് ഒരു 2-3 മണിക്കൂർ കഴിഞ്ഞിട്ട് മാത്രം അനുഷ്ഠിക്കുക. ഓക്കെ, അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.